പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള വചനത്തിൽ ധൂർത്തുപുത്രൻ്റെ കഥയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ധൂർത്തുപുത്രൻ്റെ കഥയും തലയോടിടത്തിൻ്റെ കഥയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അവിടെ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങൾ ഇവയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും. ധൂർത്തൻ്റെ പിതാവ് അവനെ ക്ഷമിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും എത്ര വലുതാണെന്ന് കാണിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ സ്വീകരിക്കാനും തയ്യാറാണ്. മനുഷ്യൻ്റെ അഹങ്കാരവും നീതിയും. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ, അതായത് തലയോടി, ധൂർത്തൻ്റെ മടങ്ങിവരനെ അംഗീകരിച്ചില്ല. ഇത് മനുഷ്യൻ്റെ അഹങ്കാരവും നീതിയും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു. രണ്ട്, നമ്മുടെ സ്വന്തം നീതിയും അഹങ്കാരവും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കും. 3, മടങ്ങിവരവിൻ്റെ സന്തോഷം. ധൂർത്തൻ്റെ മടങ്ങിവരവ് പിതാവിന് സന്തോഷം നൽകി. ഈ മടങ്ങിവരവിൻ്റെ സന്തോഷം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കുകയും നമ്മെ മടങ്ങിവരനെ ആഘോഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 4, ദൈവത്തിൻ്റെ കരുണ. ധൂർത്തൻ്റെ പിതാവ് അവനോട് ക്ഷമിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്ന് നാം പഠിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമുക്ക് എപ്പോഴും ലഭ്യമാണ്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മടങ്ങി വരാൻ. 5, നമ്മുടെ സ്വന്തം പാപങ്ങളെ അംഗീകരിക്കുക. ധൂർത്തൻ തൻ്റെ പാപങ്ങളെ അംഗീകരിക്കുകയും പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. ഇത് നമ്മുടെ സ്വന്തം പാപങ്ങളെ അംഗീകരിക്കുവാൻ നമ്മൾ ആവശ്യകത കാണിക്കണം. നമ്മുടെ പാപങ്ങളെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ ക്ഷമിക്കുകയും നമ്മെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്ര സന്തോഷകരമായ ഒരു ആഘോഷവും സന്തോഷവും നടക്കുന്ന ആ ഭവനത്തിലെ മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്നവൻ ഒരു തലയോടിൻ്റെ അവസ്ഥയിലേക്ക് മാറി, അധർമ്മം പ്രവർത്തിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് മാറി, മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി. അവന് അഹങ്കാരവും പ്രശ്നങ്ങളും അവനെ വേട്ടയാടി. അവൻ്റെ ജീവിതത്തിൽ അസൂയയും പരിഹാസവും പാപത്തിൻ്റെ ശമ്പളവും മടങ്ങി വന്നു. ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപത്തെ അവൻ മനസ്സിലാക്കുകയും ദൈവത്തെ അംഗീകരിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തപ്പോൾ അവന് സന്തോഷവും സമാധാനവും ലഭിച്ചു.